ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെന്നൈയിലോട്ട് തിരിച്ചു പോവുകയാണ്. ഒരാഴ്ചത്തെ വർക്ക് ഫ്രം ഹോമിന് ശേഷം ഈ കാണുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വച്ചിരിക്കുന്നതാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ സിസ്റ്ററിനും കൂടി വേണ്ടിയിട്ടുള്ളത്. അമ്മ തന്നു വിടുന്നതാണ്. വീട്ടിൽ തന്നെ കാച്ച ചേന, പിന്നെ പൈനാപ്പിള്, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ചെറുനാരങ്ങ, പിന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ട്സ് ആണ്. ഇത് അപ്പുറത്തെ കുഞ്ഞമ്മ എനിക്ക് വേണ്ടിയിട്ട് തന്നതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാർ ഫ്രൂട്ട്സ്. പിന്നെ ദോശപ്പൊടി ഉണ്ട്. ഞാൻ ദോശപ്പൊടി വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഓടിച്ചെന്ന് അത് പൊടിച്ച് തന്നു. പിന്നെ ഒരു പാക്കറ്റ് അടയുണ്ട്. എൻ്റെ കൊളിക്ക് അടപ്രായസം കേട്ടിട്ടുണ്ട്. അപ്പം ചെന്നൈ പോയിട്ട് അത് വച്ചു കൊടുക്കണം. പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ സിസ്റ്ററിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ സ്നാക്സ് ഇതെല്ലാം ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓരോരുത്തർ പറഞ്ഞു വിടും വാങ്ങിക്കൊണ്ട് വരാൻ. പിന്നെ ബോളി, ഒരു പാക്കറ്റ് കോക്കനട്ട് ബഫി, പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന മുന്തിരിക്കൊത്തെന്ന് പറയും ഞങ്ങൾ, ഒരു സ്വീറ്റ്. പിന്നെ ഇത് ചക്കവറ്റിൽ. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുപോകാൻ മീൻ വറുത്തത്. എല്ലാ പ്രാവശ്യം വരുമ്പോഴത്തേക്കും അമ്മ തലേ ദിവസം തന്നെ മീൻ വാങ്ങിച്ച് പുരട്ടി വയ്ക്കും. പോകുന്ന അന്ന് അതൊക്കെ എടുത്ത് വറുത്ത് തരും. ഇത് മത്തിയാണ്. ഇത് ഞാൻ എൻ്റെ കൊളീഗ്സും പിന്നെ ഹോസ്റ്റൽ മേറ്റ്സും അവരും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടാണ് കഴിക്കാറ്. ഈ ബോക്സിലുള്ളത് ഇത് ചെറിയ നൊത്തോലി മീനാണ്, എൻ്റെ ഫേവറേറ്റ് മീൻ. എല്ലാ പ്രാവശ്യം വരുമ്പോഴത്തേക്കും കറി വെച്ച മീനും കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാനത് എടുക്കുന്നില്ല. ഈ ബോക്സിലുള്ളത് എൻ്റെ ഫ്രണ്ട് ഭഗവതി തന്നുവിട്ട ബ്രൗണിയാണ്. എല്ലാം കഴിച്ച് തീർന്നതിന് ശേഷം അവസാനം 5 പീസ് മാത്രം ബാലൻസ് ഉണ്ട്, ഫ്രണ്ട്സിന് കൊണ്ടുപോയി കൊടുക്കാൻ. പിന്നെ ഇത് വീട്ടിൽ തന്നെ കായ്ച്ച റോബസ്റ്റയുടെ കായാണ്. എല്ലാം ഞാൻ പാക്ക് ചെയ്യാണ്. ഞാൻ എപ്പോഴും പാക്ക് ചെയ്യുമ്പോഴത്തേക്കും വെയിറ്റ് നോക്കിയിട്ടാണ് പാക്ക് ചെയ്യാറത്. അവിടുന്ന് വരുമ്പോഴത്തേക്കും ഒരു ലഗേജും ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് വരുന്നത്. പക്ഷെ തിരിച്ചു പോകുന്നത് അങ്ങനെയല്ല കേട്ടോ, ഫുൾ ലോഡായിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. ഇത് ഉപ്പിലിട്ട നെല്ലിക്കയാണ്. മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എപ്പോഴും കൊണ്ടുപോയി കൊടുത്തിരുന്നാലും ആർക്കും തികയുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. ഇതിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ കാന്താരി മുളക് പറിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ കുഞ്ഞമ്മയുടെ വീട്ടിൽ ഓടിപ്പോയി കാന്താരി മുളക് പറിച്ചെടുത്തു. പിന്നെ അവിടെ തന്നെ സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ട്. കുഞ്ഞമ്മയുടെ അടുത്ത് കുഞ്ഞമ്മ അത് എനിക്ക് പറിച്ചു തരികയാണ്. പിന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ ഗാർഡനൊക്കെ കാണിച്ചു കൊടുക്കുക. ഇത് ബട്ടർ ഫ്രൂട്ടാണ് കുഞ്ഞമ്മയുടെ വീട്ടിലുള്ളത്. കുഞ്ഞമ്മ എൻ്റെ അടുത്ത് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് പറിക്കുന്നില്ല. പിന്നെ പംകിൻ അവിടെ വച്ചിട്ടുണ്ട്. അത് വളർന്ന് വരുന്നതേ ഉള്ളൂ. പൂവിട്ടിട്ട് ഒരു ചെറിയൊരു കാ വന്നിട്ട് അത് വളർന്ന് വരുന്നതേ ഉള്ളൂ. അതൊക്കെ എനിക്ക് കാണിച്ച് തന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ആൾ നല്ലൊരു കൃഷിക്കാരിയാണ്. എന്ത് വച്ചിരുന്നാലും നന്നായിട്ട് വളർന്നു വരും കേട്ടോ. അതുപോലെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കൈ കൊണ്ട് എന്ത് വച്ചിരുന്നാലും അത് മുളച്ചു വരും. ഇത് ജോൺസൺ ബേക്കറി. ഇവിടെ നിന്നാണ് ഞാൻ സ്നാക്സ് ഒക്കെ വാങ്ങിക്കാറ്. കളിക്കാവിളയിലുള്ള ജോൺസൺ ബേക്കറിയാണ്. നേരത്തെയൊക്കെ മാർത്താണ്ഡം ലക്ഷ്മി ബേക്കറി എന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതില്ല. അതിനുശേഷം പിന്നെ ഇപ്പോൾ ജോൺസൺ ബേക്കറി എന്നാണ് വാങ്ങിക്കാറ്. ഇത് 2 പാക്കറ്റ് ഞാൻ ചിപ്സ് എടുക്കുന്നത്. ഇവിടെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന മസാല ചിപ്സാണിത്. പിന്നെ വെളിച്ചെണ്ണ വറുത്ത ചിപ്സ്. ഇത് ബാലാജിയുടെ അമ്മയ്ക്ക്, എൻ്റെ കൊളീഗിൻ്റെ അമ്മ അന്ന് കൊലുവിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ചിപ്സ് വാങ്ങിക്കൊണ്ട് വരാൻ. ബനാന ചിപ്സും പിന്നെ ചക്ക വറ്റലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എത്ര വാങ്ങിയിട്ട് പോയിരുന്നാലും തികയത്തില്ല. ഇതെല്ലാം ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതാണ്, ഒന്നും എനിക്കുള്ളതല്ല. എല്ലാവരും കംപ്ലൈൻറ്റാണ്, അവർക്ക് കൊടുത്തില്ല ഇവർക്ക് കൊടുത്തില്ല. എത്ര വാങ്ങിച്ചാലും തികയത്തില്ല സ്നാക്സ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുറച്ച് വാങ്ങുന്നുള്ളൂ, കൂടുതൽ വാങ്ങുന്നില്ല. ഇത് ശർക്കര വരട്ടി എല്ലാ പ്രാവശ്യം വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. ഇപ്രാവശ്യം ഞാനിത് എടുക്കുന്നില്ല. ഇത് ഞങ്ങളുടെ തന്നെ നാട്ടിൽ കിട്ടുന്ന സ്പെഷ്യൽ സ്വീറ്റാണ്, ചുറ്റുമുറുക്ക്. പിന്നെ മുന്തിരിക്കൊത്ത്. ഇത് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നു. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ജോൺസൺ ബേക്കറിയിൽ. എല്ലാം നല്ല സാധനങ്ങളാണ്. എനിക്ക് നല്ല റിവ്യൂ ആണ് ഇവിടുത്തെ ജോൺസൺ ബേക്കറിയെ കുറിച്ച് തരാനുള്ളത്. എല്ലാ സ്വീറ്റ്സും ഇരിപ്പുണ്ട്. എനിക്ക് ടെംപ്റ്റ് ആവുന്നുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് ഒന്നും വാങ്ങുന്നില്ല. ഇത് ബനാന കേക്കാണ്. എല്ലാ പ്രാവശ്യവും വാങ്ങും, ഇപ്രാവശ്യം വാങ്ങുന്നില്ല. മിൽക്ക് സ്വീറ്റ്സ് എല്ലാം ഇരിപ്പുണ്ട്.
പിന്നെ ഇതെല്ലാം ബേക്ക്ഡ് ഐറ്റംസ് ആണ്, കേക്ക് ബേക്ക്ഡ് ആണ്. പിന്നെ ഇത് എൻ്റെ സ്പെഷ്യൽ ഒരു സ്വീറ്റാണ്, ബോളിയുടെ അകത്ത് സ്റ്റഫിങ് ഉള്ളത്, വാങ്ങുന്നില്ല ഞാൻ. പിന്നെ എല്ലാ ടൈപ്പ് ഹൽവ ഇവിടെ ഉണ്ട്, മിക്സഡ് ഹൽവ, അരി ഹൽവ, മസ്കോത്ത് ഹൽവ. ഇത് ബോളി എല്ലാ പ്രാവശ്യവും എടുക്കുന്നതാണ്, ഒരു പ്രാവശ്യം അങ്ങനെ ഒഴിവാക്കാറില്ല. ബോളി ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് ബോളി കൊണ്ടുകൊടുത്ത. അങ്ങനെ എല്ലാ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത് ഒരു പാക്കറ്റ് ബർഫിയും കൂടെ ഞാൻ, കോക്കനട്ട് ബർഫി എനിക്ക് வேண்டிட்டு எடுத்து. ஃப்ரெண்ட்ஸ், இன்றைக்கி நான் சென்னைக்கு திரும்ப போகிறேன். அப்போ அதை பற்றின vlog தான் இன்றைக்கி. திங்ஸ் எல்லாமே அம்மா வந்து எனக்கும் என்னோடய சிஸ்டருக்காகவும் வாங்கி கொடுப்பாங்க. அதெல்லாம் நான் பேக் பண்ணிகிட்டு இருக்கேன். എല്ലാ സാധനങ്ങളും കാശ് കൊടുത്തിരുന്നാലും അവിടെ കിട്ടുന്നതാണ്. പക്ഷേ എന്നാലും അമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് തന്നു വിടുന്നത് അമ്മയ്ക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ അത് വാങ്ങിക്കൊണ്ട് പോകുന്ന കാര്യത്തിലും എനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതാണ് ടോട്ടൽ 3 ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 3 ബാഗ്. ഒരെണ്ണം ലാപ്ടോപ്പ് ബാഗാണ്. പിന്നെ ഇത് രാത്രി കൊണ്ടുപോകാനുള്ള ടിഫിൻ, ദോശയും മുട്ടക്കറിയും അമ്മ പാക്ക് ചെയ്തെടുക്കുന്നു. ഇത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ്, തീയൽ, മീൻ വറുത്തത്, മീൻ കറിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് നൊത്തോലി മീനാണ്. അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എൻ്റെ ഓട്ടോ വന്ന് നിൽപ്പുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ കുടുംബക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങും. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ വഴി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ മാല കെട്ടുന്ന വീഡിയോയിൽ ഞാൻ അമ്പലത്തിൽ പോകുന്ന വഴിയാണിത്. അമ്പലം ലെഫ്റ്റ് സൈഡിലാണ്, ഇപ്പോൾ റൈറ്റ് സൈഡിൽ തിരിഞ്ഞാണ് പോകുന്നത്. ഇത് ഞാൻ വീണ്ടും എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ചെന്നൈയിലെ ഫ്രണ്ട്സ്, കൊളീഗ്സൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, നിങ്ങളുടെ വില്ലേജ് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ്. എപ്പോഴും അവർക്ക് അത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഈ പച്ചപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ അവർ വില്ലേജ് ടൂറൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് ഇപ്രാവശ്യം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും അത് ചെയ്യുന്നുണ്ട്. ഞാനീ പോകുന്നത് പാറശാല റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. അവിടെ നിന്നാണ് എൻ്റെ ട്രെയിന്. അനന്തപുരി എക്സ്പ്രസ്സിലാണ് ഞാൻ പോകുന്നത്. കൊല്ലം ടു രാമേശ്വരം. ചെന്നൈ പോയതിനു ശേഷം പിന്നെ രാമേശ്വരത്താണ് ആ ട്രെയിന് പോകുന്നത്. ഫ്ரெண்ட்ஸ், இதுதான் எங்கள் ஊர் ரயில்வே ஸ்டேஷன், பாரசாலை ரயில்வே ஸ்டேஷன். இது ஆக்சுவலாக இங்கேருந்து தான் கேரளா பார்டர் ஸ்டார்ட் ஆகுது. റെയിൽവേ സ്റ്റേഷൻ എത്തിയതിനു ശേഷം ഞാൻ ചാർട്ടിൽ എൻ്റെ കോച്ചിൻ്റെ എൻജിൻ നമ്പർ ചെക്ക് ചെയ്യും. എന്നിട്ട് പ്ലാറ്റ്ഫോം കൺഫേം ആക്കിയതിന് ശേഷം അവിടെ ചെന്ന് നിൽക്കും. ട്രെയിൻ വന്നിട്ട് 1 മിനിറ്റ് സ്റ്റോപ്പേ ഉള്ളൂ ഇവിടെ, പെട്ടെന്ന് കയറണം. അപ്പം അത് ചെക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ഞാൻ പോയി നിൽക്കാറാണ് പതിവ്. ഞാൻ ചെന്നൈയിലോട്ട് പോയിട്ട് ഓൾമോസ്റ്റ് 9-10 ഇയേഴ്സ് ആകുന്നു. എല്ലാ പ്രാവശ്യവും തിരിച്ചു പോകുമ്പോഴത്തേക്കും ഈ ഏജിലും അമ്മ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വരാറുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഒരു തവണ മാത്രമേ അമ്മയ്ക്ക് വരാതിരിക്കാൻ പറ്റാതിരുന്നിട്ടുള്ളൂ. അമ്മയുടെ കൈയുടെ ഓപ്പറേഷനായിട്ട് ആൾ റെസ്റ്റിലായിരുന്ന സമയത്ത് മാത്രം ഡ്രോപ്പ് ചെയ്യാൻ വരാൻ പറ്റിയില്ല. ഞാൻ അമ്മയോട് എല്ലാ പ്രാവശ്യം പറയാറുണ്ട്, ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്കല്ലേ വരുന്നത്, അതുപോലെ തന്നെ ഞാൻ പൊക്കോളാം, അമ്മ വരണ്ടെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. എത്ര വൈകിലും ആൾ എന്നെ ഡ്രോപ്പാക്കാൻ എത്തും. മദേഴ്സ് ലവ്സ് ആർ സ്പെഷ്യൽ ഫോർ ഓൾ ഓഫ് അസ്. അതുപോലെ അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. ട്രെയിന് 1 അവർ ലേറ്റ് ആണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ വ്യൂ ഒക്കെ, റെയിൽവേ സ്റ്റേഷനിലെ വ്യൂ ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ஃப்ரெண்ட்ஸ், ட்ரெயின் ஆக்சுவலாக வந்து 1 hour லேட்டு. எனக்கு என்ன பண்ணுறோன்னு தெரியல. சரி, உங்களுக்கு இந்த ரயில்வே ஸ்டேஷன் வியூஸ் எல்லாம் உங்களுக்கு வந்து காமிக்கலான்னு நினைக்கிறேன். இங்கே ஆனால் ஆக்சுவலாக நல்லா அழகாக இருக்கும். யூஸ்வலாக வந்து இங்கெல்லாம் வில்லேஜ் இதானனால மோஸ்ட்லி வந்து எல்லாருமே வாக்கிங் போயிட்டு இருப்பாங்க ரயில்வே ஸ்டேஷனில். நம்ம சிட்டியில் கண்டிப்பாக அது முடியாத ஒரு விஷயம். அங்கே என்ட்ரு பண்ணாலே பிளாட்ஃபார்ம் டிக்கெட் எல்லாம் நம்மளுக்கு வேணும். இங்கே அதெல்லாம் கண்டுக்க மாட்டாங்க ஊரானனால. ஏன்னா அந்த பக்கம்லாம் வீடு இருக்குது. ஸோ இங்கே வந்து பேரிகேட்ஸ் எதுவுமே இல்லை. ஸோ எல்லோரும் நடமாடுறதுக்கு ஈஸியாக முடியும். மோஸ்ட்லி நான் வரும்போதெல்லாம் நிறைய பார்ப்பேன், எல்லோரும் வந்து வாக் பண்ணிகிட்டு இருப்பாங்க. ട്രെയിൻ ഇന്ന് 1 hour ലേറ്റാണ്. അനന്തപുരി അറ്റ് ലാസ്റ്റ് അങ്ങനെ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. ഇതിൻ്റെ കോച്ച് S2 ആണ്. അങ്ങനെ ഞാൻ ട്രെയിൻ കയറി. ട്രെയിൻ പതുക്കെ സ്റ്റേഷനിൽ നിന്ന് മൂവ് ആകാൻ തുടങ്ങി.
ഈ മൊമെൻ്റ് എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അമ്മയ്ക്ക് ഇങ്ങനെ ബായ് പറഞ്ഞ് പോകുന്നത് എല്ലാ പ്രാവശ്യവും ഞാനത് ഫീൽ ചെയ്യാറുണ്ട്. അമ്മേനെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകുന്നു എന്നുള്ള ഒരു വിഷമം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇപ്രാവശ്യം ഒരു ചേട്ടൻ കൂടെ ഉണ്ട്. അമ്മ പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. ആ ചേട്ടൻ സവാരിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പോകുമ്പോഴത്തേക്കും ആ ചേട്ടൻ വഴിയിൽ അമ്മേനെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ ഞാൻ പോവാണ്. അമ്മ എന്നെ ഉള്ളിലോട്ട് പൊക്കോ, വാതിൽ നിൽക്കണ്ട എന്നൊക്കെ കൈ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എല്ലാ പ്രാവശ്യവും എൻ്റെ കണ്ണിൽ അമ്മയുടെ രൂപം മറയുന്നവരെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. ട്രെയിൻ അങ്ങനെ പാറശാല സ്റ്റേഷൻ വിട്ടു. നെക്സ്റ്റ് സ്റ്റോപ്പ് മാർത്താണ്ഡം ആണ്. പാറശാല ക്രോസ് ചെയ്ത് മാർത്താണ്ഡത്ത് പോകുന്നതിനിടയ്ക്കുള്ള സൈഡ് വ്യൂ ആണിത്. എനിക്ക് യാത്രകളിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു യാത്രയാണ് ഈ തിരിച്ചു പോകുന്ന ഈ യാത്ര. വരുമ്പം വളരെ ഹാപ്പി ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ തിരിച്ചു പോകുമ്പം കുറച്ച് വിഷമത്തോടെയാണ് പോകുന്നത്. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. 2 ദിവസത്തേക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടാവും. പിന്നെ എല്ലാവരുമായിട്ട് സംസാരിച്ച് വർക്കിൽ ബിസി ആകുമ്പോഴത്തേക്കും ബാക്ക് ടു നോർമൽ ആയിക്കോളും. ஃப்ரெண்ட்ஸ் ட்ரெயின் ஸ்டேஷன்லேருந்து ஸ்டார்ட் பண்ணியாச்சு. நெக்ஸ்ட் ஸ்டாப் மார்த்தாண்டம் தான். வரும்போது நான் ரொம்ப ஹாப்பியாக வருவேன். ஆனால் போகும்போது அந்தளவுக்கு ஹாப்பினஸ் என் மைண்டில் இருக்காது. മാർത്താണ്ഡം ക്രോസ് ചെയ്ത് നാഗർകോവിൽ എത്തുന്നത് വരെ സൈഡിൽ ഒരുപാട് വാഴകൃഷികളും പാടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നാഗർകോവിൽ എത്തുമ്പോൾ ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നിങ്ങൾ എൻ്റെ വന്ദേ ഭാരതിൻ്റെ ട്രാവൽ വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്രാവശ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മഴയുണ്ട്, അതുമല്ല ട്രെയിന് 1 hour ലേറ്റും ആണ്. എങ്ങനെ നമുക്ക് അതിൻ്റെ വ്യൂസൊക്കെ കിട്ടുമെന്നുള്ളത് അറിയത്തില്ല, നോക്കാം. ഇപ്പോൾ ട്രെയിന് മാർത്താണ്ഡം ക്രോസ് ചെയ്ത് നാഗർകോവിൽ സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ஃப்ரெண்ட்ஸ் இப்போது ட்ரெயின் மார்த்தாண்டம் க்ராஸ் பண்ணி நாகர்கோவில் ரீச் ஆகிட்டு இருக்குது. நாகர்கோவில் ஓட வியூ நான் ஆல்ரெடி வந்தே பாரதோட ட்ராவல் ப்ளாகில் பார்த்துருப்பீங்கன்னு நினைக்கிறேன். இப்போது திருப்பி போகும்போது எப்படின்னு தெரியல, பார்ப்போம். கொஞ்சம் மழை இருக்குது, அதுவும் 1 hour ட்ரெயின் லேட்டு. எப்படி நம்மளுக்கு வியூ கிடைக்கும்னு தெரியல. ஃப்ரெண்ட்ஸ், நான் டவுட் பண்ண மாதிரி நாகர்கோவில் ரீச் ஆகும்போது மழை இருக்கிறதுனால ரொம்ப டார்க் ஆகிடுச்சு, ஒன்றுமே தெரியல. നാഗർകോവിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മഴയുടെ ഇരുട്ട് കാരണം ഫുള്ള് ഡാർക്കായിരുന്നു. എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ മോർണിംഗ് 5:30 5:40 ആകുമ്പോഴത്തേക്കും എൻ്റെ ട്രെയിൻ ചെന്നൈയിൽ റീച്ച് ആകും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.